A1 എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു കമൻറ്റ് വന്നത്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് A1 എക്സ്പീരിയൻസിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഹലോ ഗുട്ടൻ ടാഗ്. സോ ഇന്ന് A1 സ്റ്റോറി, എൻ്റെ A1 ജേണിയുടെ സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചു. എക്സ്പീരിയൻസ് ഇറ്റ്സ് എ കോമഡി ഗൈസ്. ഇത് കോമഡിയാണോ, ഇതെങ്ങനെ അവതരിപ്പിക്കണം എന്നെനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. എന്തായാലും നോക്കാം. ഞാൻ ലിറ്ററലി വളരെ ഓപ്പണായിട്ട് പറയാം കേട്ടോ. ഞാൻ നിങ്ങൾ കമ്പയർ ചെയ്യൊന്നും വേണ്ട. ഞാൻ അയ്യോ ഓക്കെ. അപ്പം ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ ഓപ്പണായിട്ട് പറയാം. എനിക്ക് ഉടായിപ്പ് സാധനം ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനങ്ങനെ എൻ്റെ +2 എക്സാമിന് ശേഷം റിസൾട്ട് വന്ന പിറ്റേ ദിവസം ഞാൻ നേരെ ഇരിഞ്ഞാലക്കുട ട്രാൻസ് ട്രെയിനിങ് സെൻറ്ററിൽ പോയി അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്തത്. അഡ്മിഷൻ എടുത്തിട്ട് എൻ്റെ കയ്യിൽ ആകെ ആ ടൈമിൽ കൊറോണ ഒക്കെ തീർന്ന ഒരു ടൈമാണ്. സോ ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ഡ്രസ്സൊന്നുമില്ല. എന്തായാലും ഡെയിലി ക്ലാസ്സിൽ പോകുമ്പോൾ യൂണിഫോമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡ്രസ്സ് മേടിക്കാനാണ് ആദ്യം തന്നെ നേരെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് പോയത്. ആ കൂട്ടത്തിൽ എനിക്ക് ഹുഡീസ് ഇടാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങിയൊരു ഹുഡിയാണിത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു നട്ടുച്ച വെയിലത്ത് ഞാൻ ഈ സാധനം ഇട്ടിരിക്കുന്നത്. മുഴുപ്രാന്തെന്നല്ലാണ്ട് വേറെ ഒന്നും ഇതിന് പറയാൻ പറ്റില്ല. സമയം ഞാൻ കാണിച്ചു തരാം. എത്രയും സമയം ദേ 1:30. ഈ 1:30ക്ക് നട്ടുച്ച വെയിലത്ത് ഹുഡി ഇട്ടിരിക്കണമെങ്കിൽ അതൊരു വല്ലാത്ത പ്രാന്ത് തന്നെയായിരിക്കും ഗൈസ്. ഞാൻ പറയാം, ചില മൊമെൻറ്റ് ചില ഡ്രസ്സസിന് ഓർത്ത് വയ്ക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം മൊമെൻറ്റ് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഡ്രസ്സസിന് ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. നമ്മൾ ടോവിനോ മറ്റേ സ്മെല്ല് ഓർത്ത് വയ്ക്കുന്ന പോലെ എനിക്ക് സം മൊമെൻറ്റിന് സം ഡ്രസ്സസ്. എനിക്ക് ഒരുപാട് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് മിക്ക മൊമെൻറ്റുകളിന് ഈ സാധനം തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ വാങ്ങിയൊരു ഹുഡിയാണ് പാന്തറിൻ്റെ ഹുഡിയാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ തിങ്ക് ഒരു 1 വീക്ക് ഏതൊരു 7-ാം തീയതി ആണ്ടാന്ന് തോന്നുന്നു ഞാൻ ജോയിൻ ചെയ്തത്. അങ്ങനെ ജോയിൻ ചെയ്തു. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ക്ലാസ് എടുത്തത് റോഷി സാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറാണ് ട്രാൻസ് ട്രെയിനിങ് സെൻറ്ററിൽ. അപ്പം അവിടെ നിന്ന് റോഷി സാർ ഒരു അടിപൊളി സാറായിരുന്നു. മറ്റേ ഒരുപാട് വെറുതെ പഠിപ്പിച്ചിട്ട് പോവുക എന്നതിനേക്കാൾ ഉപരി ആൾ ഒരുപാട് കഥ പറയുക. അതായത് ആളെ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ആൾ കൊണ്ടുപോകുന്നത്. മൈൻഡ് ബ്ലോയിങ് അത്ര പറയാനുള്ളൂ. അത്ര രസത്തിൽ ആൾ കൊണ്ടുപോയി. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലാസ്സിന് കയറിയതിന് ശേഷം ആൾ നമ്മുടെ ആൽഫബറ്റ്സിൻ്റെ ചോദിച്ച്. അപ്പോൾ ആൽഫബറ്റ്സ് ഞാനന്ന് യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായി. നമുക്ക് ആദ്യം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, എല്ലാവർക്കും ഉള്ള ക്യൂരിയോസിറ്റിയാണ് ഈ യൂട്യൂബിൽ നോക്കിയിട്ട് ആൽഫബറ്റ്സ് ഒക്കെ പഠിക്കുക എന്നുള്ളത്. ഞാനങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് ആൽഫബറ്റ്സ് നോക്കി. പക്ഷെ എനിക്ക് ഈ സാധനമൊന്നും അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല. എന്തൊക്കെയോ ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് പതുക്കെ ഉപേക്ഷിച്ചു. എന്തായാലും ക്ലാസ്സിൽ പോകണ്ടല്ലോ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 1-2 പേര് മറ്റേ ആ തൊട്ട് സെറ്റ് വരെ സുഖമായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്തായാലും കൊള്ളാം. ഓക്കെ, ഞാനവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞു. അത് ഒരു മെമ്മറബിൾ സാധനമാണ്. കാരണം അതൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ യൂട്യൂബിൽ നോക്കലൊന്നുമില്ല. പിന്നെ നമുക്ക് ആ ഒരു ടൈമിൽ ഫോണിൻ്റെ ലാംഗ്വേജ് മാറ്റി ഡോഷാക്കി. അത് എല്ലാവരും ചെയ്യുന്നതാണല്ലോ. ഞാൻ തിരിച്ച് വീണ്ടും ഇംഗ്ലീഷിലാക്കിയിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരിപാടി ഉണ്ടായത്, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ സാറ് മാറി. റോഷി സാറിന് എന്തോ ഒരു പനി പിടിച്ച് ഹോസ്പിറ്റലായി. പിന്നെ ആൾ റിസൈൻ ചെയ്തു. പിന്നെ ആൾ പോകേണ്ട കാര്യങ്ങൾക്കൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആഷ്മി മിസ് വന്നത്. ആഷ്മി മിസ് ഇതുപോലെ എൻ്റർടൈനിങ് അല്ല, പക്ഷേങ്കിൽ പഠിപ്പിക്കുന്ന കാര്യത്തിലാണ് ആൾ ക്ലിയർ. 100% ഭയങ്കര ജെന്യുവനായിട്ട് പഠിപ്പിക്കും. ആളൊരു എക്സ്ട്രീംലി പഠിപ്പിൻ്റെ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നോ കോംപ്രമൈസ്, ഓൺലി പഠിപ്പ്, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അങ്ങനെ ക്ലാസ് തുടങ്ങി. ബേസിക്കലി ഡെയിലി എല്ലാ ദിവസവും 2 മണിക്കൂറാണ് ക്ലാസ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ 2 മണിക്കൂർ അങ്ങോട്ട് ബസ്സുണ്ട്. ഇവിടെ നിന്ന് 11:40 ഒരു ബസ് കയറി കറക്റ്റ് 1 മണിക്ക് അവിടെ എത്തും. അതായത് 1 മണിക്കൂർ 20 മിനിറ്റ്, ഡെയിലി 2 മണിക്കൂർ 40 മിനിറ്റ് ആയിരുന്നു ട്രാവൽ. അതെനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ് തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. 2 മണിക്കൂറുള്ളൂ ക്ലാസ് കഴിയും.
നാളേക്ക് ഇത്ര വൊക്കാബ് പഠിക്കാൻ പറയും, ആ ഒരു പകുതി വൊക്കാബ് പഠിക്കും, ബാക്കി പകുതി ഇമ്പോസിഷൻ കിട്ടും. ഞാൻ ഒരുപാട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു, ബട്ട് എനിക്ക് എന്തായാലും ഞാൻ കുറേ അങ്ങോട്ട് മറന്നുപോയി തുടങ്ങി. പിന്നീട് ഞാൻ ഈ വേർഡ്സിനും എന്തെങ്കിലും സാധനമൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അതൊന്ന് കിട്ടി തുടങ്ങി. പിന്നെ ഇതിനുള്ള ടിപ്സ് ഞാൻ അടുത്തടുത്ത വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ക്ലാസ്സിൽ ചെല്ലും, അങ്ങനെ മിക്ക ദിവസവും ഇമ്പോസിഷൻ ഉണ്ടാവും. അതായത് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ മിസ്സിന് ഇമ്പോസിഷൻ എഴുതിയത് കൊണ്ട് കാണിച്ചു കൊടുക്കലാണ് പണി. ഏകദേശം 1000 വട്ടം ഇമ്പോസിഷൻ കിട്ടിയിട്ടൊക്കെ ഉണ്ട് എനിക്ക്. എൻ്റെ കൂട്ടുകാരന് 2000 വട്ടം കിട്ടിയിട്ടുണ്ട്. അത് പുതിയൊരു മിസ്സാണ്, അലീന മിസ് എന്ന് പറഞ്ഞ മിസ്സ്. ഒറ്റ ദിവസം ക്ലാസ്സിൽ വന്നുള്ള അപ്പോഴേക്കും 2000 വട്ടം ഇമ്പോസിഷൻ. അത് ഞങ്ങളുടെ A1 എക്സാമിൻ്റെ തലേ ദിവസമാണ് ആ മിസ്സ് വന്നിട്ട് ഇത്ര പേർക്ക് ഇമ്പോസിഷൻ തന്നത്. അങ്ങനെ ഈ ക്ലാസ് എന്ന് പറയുന്നത്, ക്ലാസ് ഒരു ഫ്ലോയിൽ പോവും. നമ്മൾ അത്യാവശ്യം പഠിച്ചില്ലെങ്കിൽ നമ്മളവിടെ പെട്ടിരിക്കും. ദെൻ ഇവിടെ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം എക്സാമിൻ്റെ സമയത്ത്, അത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ക്ലാസ് നല്ല ഫ്ലോയിൽ പോയി, നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോയി. മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കൽ കുറവായിരുന്നു, പക്ഷെ എന്നാൽ പോലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പഠിക്കുക, കാരണം A1 ഈസ് ദ ബേസ്. A1 പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടൊരു കാര്യമില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഞാൻ അത് കഴിഞ്ഞു. A1 ശരിക്ക് ഒരു ഫ്ലോ പോലെ അത് തീർന്നു. അതിനുശേഷം എക്സാമായി. എന്ത് പെട്ടെന്ന് A1 കഴിഞ്ഞതും എക്സാം ആയതും. അങ്ങനെ എക്സാമിൻ്റെ തലേദിവസം മുമ്പത്തെ ആഴ്ചയുണ്ട് നമുക്ക് എക്സാം എടുത്തു. മറ്റേ മൊഡാൽ ടെസ്റ്റ്. അങ്ങനെ മൊഡാൽ ടെസ്റ്റ് എടുത്ത സമയത്ത് എൻ്റെ പേപ്പർ കാലി. ലീബേ ഷൈബലിൽ ഞാൻ എഴുതി വെച്ച ലീബേ ഫീലെ ഗ്രൂസേ, വേറെ ഒന്നുമില്ല. എന്താ എഴുതണ്ടേന്ന് അറിയില്ല. സോ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ B2ൻ്റെ ഒരു ഷൈബ എഴുതാനും പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് സംഭവങ്ങളൊക്കെ നമുക്ക് നെറ്റിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ക്യാച്ച് ചെയ്യാം. പക്ഷെ ആ ഒരു സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. എഴുതുക അത്ര തന്നെ. എന്തെഴുതാൻ, എന്തെന്ന് വെച്ചിട്ട് എഴുതാൻ? ആ സെൻറ്റൻസ് സ്ട്രക്ചർ മാത്രമേ അറിയാം, കുറച്ച് വൊക്കാബ് അറിയാം, അത് വെച്ചിട്ട് എന്തിട്ട് എഴുതാൻ? അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. ആഫ്റ്റർ ദാറ്റ് അത് മാറി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പേപ്പർ ഇങ്ങനെ ആയിരുന്നപ്പോൾ തന്നെ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെറിയൊരു ഡാർക്കായി. സോ അത് പേഴ്സണലി എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. ഞങ്ങൾക്കല്ല ഡാർക്കായത്, അത് മിസ്സിന് ഭയങ്കര വിഷമമായി. നമ്മളെ ഇത്ര നാൾ പഠിപ്പിച്ചിട്ടും അവിടുത്തെ ഏറ്റവും ടോപ്പ് മിസ്സാണ്, എന്നിട്ട് പോലും നമ്മുടെ പേപ്പർ ഇതുപോലെയുള്ളപ്പോൾ മിസ്സിന് ഭയങ്കര സങ്കടമായി അത്. ഓക്കെ, അത് അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എക്സാം എഴുതി, എക്സാം റിസൾട്ട് വന്നു. അൺഫോർച്ചുനേറ്റ്ലി പാസ്സായി ഗൈസ്, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അത് സ്പീക്കിങ്ങിലാണ് എന്തോ ഒരു ചക്കവായത്തിന് പാസ്സായി. ഞാൻ ഇപ്പോഴും അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഒരു ദൈവാനുഗ്രഹം എന്നൊക്കെ പറയില്ലേ. ഞാൻ ആ A1 എക്സാം ഞാൻ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് നിർത്താനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം ഏറെക്കുറെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ A1 കിട്ടിയപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വൈ നോട്ട്. അങ്ങനെയായിരുന്നു എൻ്റെ A1 സ്റ്റോറി. സോ ഇതിനകത്ത് ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു എൻ്റെ A1 സ്റ്റോറി. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു ഡീപ്ലി സ്റ്റോറി പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു A1ത്തെ ഒട്ടുമിക്ക എല്ലാം ഞാൻ കവർ ചെയ്തു. പിന്നെ ഒബ്വിയസ്ലി A1 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായില്ല. അൽജോ, ജീവൻ, ഞാൻ, ശ്രീജിത്ത്, ഞങ്ങൾ 3 പേരായിരുന്നു ഇവിടെ നിന്ന് പോകുന്നുണ്ടായത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ 4 പേരും ക്ലാസ് കഴിയുന്നു, ബസ് കയറാൻ നേരത്ത് സ്നാക്സ് കഴിക്കുന്നു. അങ്ങനെ ആ ഒരു ടൈമിൽ ഈ 4 പേരായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്. ക്ലാസ്സിലാകെ 12 പേരുള്ളൂ. അപ്പോൾ ബാക്കി 8 പേര് ഡിഫറെൻറ്റ് പ്ലേസസിലാണ്. പിന്നെ ഒരു അപ്ഡേറ്റ് ഉണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഒപ്പം പഠിച്ച ഒരുത്തനും കൂടെ ഡോയ്ച്ച്ലൻഡിൽ എത്തിയിട്ടുണ്ട്. സോ ചിയേഴ്സ്.